വിശുദ്ധ ഖുർആൻ ബറക്കത്തുള്ളതല്ലേ? നമ്മൾ ആദ്യം അത് ചർച്ച ചെയ്യാം. ഖുർആന് ബറക്കത്തുണ്ടോ ഇല്ലേ? ഖുർആൻ അല്ലാഹു തആല ഖുർആൻ ഇറക്കിയതിന് ലക്ഷ്യങ്ങളുണ്ട്. ഇതൊരു സംവാദമോ അല്ലെങ്കിൽ എന്നൊരു വിവാദമോ അതൊന്നുമല്ല. കാര്യങ്ങൾ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം. ഇതൊരു ഉറൂസ് പരിപാടിയാണ്. മഹാനായ ഖാദി ഹുസൈനാർ തങ്ങൾ അനുസ്മരിക്കുന്ന അല്ലാഹുവിന്റെ ഒരു വലിയനെ ആദരിക്കുന്ന ഒരു സദസ്സാണിത്. അതിന്റെ പേരിൽ ഒരു ബിദ്അത്തും അല്ലാഹു അംഗീകരിക്കാത്ത, ദീൻ പൊറുക്കാത്ത, മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത ഒരു തിന്മയും ആരും ചെയ്യാൻ പാടുള്ളതുമല്ല. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം. നമ്മൾ മയ്യത്തിനിടന്ന് ദുആ ഇരക്കൂലേ? ഖബറങ്ങ് ചെന്ന് യാസീൻ ഓതില്ലേ? ഖുർആൻ ഖത്തപ്പുര കിട്ടുന്നില്ലേ നമ്മള്? അതൊക്കെ നന്മയാണ് എന്ന് മനസ്സിലാക്കുക, ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം. വിശുദ്ധ ഖുർആൻ ബറക്കത്ത് ഉള്ളതാണ്. അല്ലാഹു ബറക്കത്തിന് വേണ്ടി ഇറക്കിയതാണ്. ശരിയാണ്. ലിതുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനുള്ളതാണ് ഖുർആൻ. ഖുർആൻ മരിച്ചോടത്ത് ഓതാനുള്ളതല്ല എന്ന് കളിയാക്കി പറയുന്നവരുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത്. ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ്. ജീവിച്ചിരിക്കുന്നവർക്കും മരിക്കുന്നവരും ബറക്കത്ത്. ഖുർആന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ്. ഖുർആനിന് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളുണ്ട്, ഒന്ന് മാത്രമല്ല. അല്ലാഹു തആല തന്നെ പറയട്ടെ, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഇത് ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, മുബാറകാണ്. ഫത്തബിഊഹു, ഈ ഖുർആനെ നിങ്ങൾ അംഗീകരിച്ച് ജീവിക്കണേ. വത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുന്നു, വഹാദാ ദിക്റും മുബാറകുൻ അൻസൽനാഹു അഫഅൻതും ലഹു മുൻകിറൂൻ. ഇത് അല്ലാഹു തആല ആകാശ ലോകത്ത് നിന്ന് ഇറക്കിയ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണോ? ഖുർആൻ ബറക്കത്തുള്ളതാണ്. ഖുർആൻ ഓതിയിട്ട് രോഗികൾക്ക് മന്ത്രിച്ച് ഊതിക്കൊടുത്താൽ അതിന് ശിഫയുണ്ടല്ലോ. ഈ മന്ത്രിച്ചൂത എന്ന് പറഞ്ഞത് അപ്പോഴേക്കും പറയാം, പറഞ്ഞു വിജയത്ത്, അതാ ഖുറാഫാത്ത് പറയുന്നു. ദീനിനെ പറ്റി പറയേണ്ടത് പിന്നെ എന്താ? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ മാറ്റിവെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? നമ്മുടെ ഉമ്മത്തിന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. എത്രയോ നന്മകൾ കെടുത്തിക്കളഞ്ഞു. എന്തെങ്കിലും ചെയ്യുന്നു പറയുന്ന ഒക്കെ വേണ്ട 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 വേണ്ട, ഇന്നത് വേണം വേണം എന്ന് വല്ലതും പറയുന്നുണ്ടോ? അധികം തന്നെ പറയാം. പഠിക്കാതെ അങ്ങോട്ട് പറയാം. അതിന് കാരണങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ഗൾഫ് നാടുകളിൽ പ്രവാസ ലോകം കൊണ്ടുണ്ടായ നന്മകളൊക്കെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ വിശ്വാസങ്ങളിലേക്ക് ബിദ്അത്ത് കയറി കൂടിയിട്ടുണ്ട്. അതിനൊക്കെ നമ്മുടെ പ്രവാസ ജീവിതം വലിയൊരളവോളം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവര് പറയുന്ന പ്രമാണങ്ങള് ശാഫിഈ മദ്ഹബിന്റെ പ്രമാണങ്ങളാണോ, അയിമത്തുകൾ അംഗീകരിച്ചതാണോ എന്ന് പോലും നോക്കാതെ ഹദീസും ആയത്തും, ഇവർക്ക് ഹദീസും ഖുർആനും തെളിവാണ്, മറ്റവർക്ക് അത് തെളിവല്ല. അങ്ങനെയല്ല. ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും റഈസ് സ്വഹാബയും ഇസ്തിഹ്സാനും മസാലിഹുൽ മുർസലയും റഈസ് സ്വഹാബയും ഇതൊക്കെ പ്രമാണങ്ങളാണ്. ദീനിന്റെ അസുലുകൾ എന്ന് മനസ്സിലാക്കിയാൽ ഈ വിഷയമൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയർ ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പറയാണ്, പ്രമാണബദ്ധമായ വിഷയങ്ങളെ ബിദ്അത്ത് എന്ന് പറയരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷെ ചെയ്യുന്നവരെ പറ്റി അവർ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ദയവ് ചെയ്ത് പറയരുത്. അത്രയേ പറയുന്നു. വിശുദ്ധ ഖുർആൻ ഓതിയാൽ ബറക്കത്തുണ്ട് എന്നതിന്റെ ഒരു തെളിവ് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ട് സ്വഹീഹിന്റെ ഗ്രന്ഥങ്ങൾ, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസ്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങളൊരു യാത്രാ സംഘം, ഞങ്ങളൊരു വഴിയിലൂടെ യാത്ര പോകുമ്പോ ഒരു നാട്ടിലെത്തിപ്പെട്ട് ഭക്ഷണമില്ലാതെ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരുമോ ഭക്ഷണം തരുമോ എന്ന് ആ നാട്ടുകാരോട് ചോദിച്ചപ്പോ അവരെ തന്നില്ല. അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ പറയാ, ഫമറൂ ബിതരീഖിഹിം അലാ ഹയ്യിൻ മിൻ അഹ്യാഇൽ അറബ്. അങ്ങനെയാണ് അക്കൂട്ടത്തിലെ ഗോത്ര തലവനെ ഒരു പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചതിൽ പിന്നെ എല്ലാ മരുന്നും പയറ്റി നോക്കിയിട്ട് അവർക്ക് ശിഫ കിട്ടാതെ വന്നപ്പോൾ ആ നാട്ടുകാര് സ്വഹാബികളോട് വന്ന് ചോദിച്ചു, ഹൽ ഫീകും റാഖ്, നിങ്ങളിൽ മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ?
മന്ത്രിച്ചൂതി കൊടുക്കുന്നവരുണ്ടോ? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ചോദിച്ചിട്ട് തരാത്തവരാണ് നിങ്ങൾ, അതുകൊണ്ട് മന്ത്രി ചോദിത്തരാം, ഞങ്ങൾക്കതിന് പ്രതിഫലം വേണം എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ 30 ആടുകളെ തരാം. 30 ആടുകൾ മതിയെന്ന് ചോദിച്ചു. മതി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആ രോഗബാധിതനായ പാമ്പ് കടിച്ച, വിഷപ്പാമ്പ് കടിച്ച ഗോത്ര തലവന്റെ അരികത്തിരുന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുകയും അയാളുടെ തലയിലേക്ക് 7 പ്രാവശ്യം ഊതി കൊടുക്കുകയും ചെയ്തു. ബോധം തെളിഞ്ഞ പോലെ വിഷബാധയേറ്റ് കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു. 30 പറഞ്ഞ പോലെ 30 ആടുകളെ അവർക്ക് കൊടുത്തു. ഈ സംഭവം വെറൊരു ചരിത്രമല്ല, ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുള്ള ചരിത്രമാണിത്. സ്വഹാബത്തിന്റെ കാലത്തുണ്ടായത്. 30 ആടുകളെ കിട്ടിയിട്ട് അവരത് ഓഹരി വെക്കാൻ നിൽക്കുമ്പോ അബൂ സഈദ് തങ്ങൾ പറഞ്ഞു, നമുക്ക് റസൂലുള്ളാഹിനോടൊന്ന് ചോദിക്കണ്ടേ? നബി തങ്ങളോട് ചോദിച്ചിട്ടാവാം നമ്മൾ ഇത് എടുക്കുന്നത്. അവർ അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയേ, ഇങ്ങനെ സംഭവിച്ചു റസൂലേ. അവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല, അവര് ഞങ്ങൾക്ക് ഒരു സൗകര്യവും തന്നില്ല ആ നാട്ടിലെത്തിയപ്പോ. കാരണം എന്താണെന്നറിയോ? ഒരു വിശ്വാസികളുടെ നാട്ടിലെത്തിയാൽ ആ വിശ്വാസിയുടെ ഭക്ഷണവും താമസവും ആ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണെന്നാണ് ശറഈന്റെ കാഴ്ചപ്പാട്. അതാ ഭക്ഷണല്ലേ, ഭക്ഷണം. അതുകൊണ്ട് നമ്മളെ പഴമക്കാരൊക്കെ ജുമുഅക്ക് വരുമ്പോ ഏതെങ്കിലും നാട്ടുകാര് ഭക്ഷണമില്ലാത്തവർ കാണുമ്പോ വീട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. അത് ഈ കാഴ്ചപ്പാടാണ്, അത് ശരിയായൊരു കാഴ്ചപ്പാടാണത്. അന്നമില്ലാത്തവർക്ക് അന്നവും കുടിക്കാൻ, വെള്ളമില്ലാത്തവർക്ക് വെള്ളവും കൊടുക്കൽ ഒരു നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ് ഇസ്ലാം പറയാം. മൂസാ നബിയും ഖദർ നബിയും യാത്ര പോയ ആ ചരിത്രമല്ലേ മതില് നന്നാക്കി കൊടുത്തത്. അവിടെ ഖദർ നബി ചോദിച്ച്, ഖദർ നബി പൊളിഞ്ഞു കിടന്ന മതിൽ നേരെയാക്കിയപ്പോ മൂസ നബിയോട് ചോദിച്ച ചോദ്യം എന്താണ്? മൂസ നബിയെ, അതിന് എന്തെങ്കിലുമൊക്കെ അവരോട് വാങ്ങിച്ചൂടായിരുന്നു? നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാരല്ലേ. കാശിന് വാങ്ങിച്ചുകൂടെ എന്നല്ല അവിടെ വിഷയം. ഒരു നാട്ടിലേക്ക് ഒരു മുസ്ലിം എത്തിയാൽ ആ മുസ്ലിമീങ്ങളായ ആളുകൾ, ആ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ്, യാത്രക്കാരെ അവര് സംരക്ഷിക്കണമെന്നാണ്. അത് ഇസ്ലാമിന്റെ ഒരു വലിയ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. മുത്തനബിയെ, ഞങ്ങൾ അവരോട് അതിന് നിങ്ങൾക്ക് കൂലി വേണമെന്ന് പറഞ്ഞു. ഇല്ലാ ബിജുഅലിൻ തജഅലൂനഹു ലനാ എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ 30 ആടുകളെ ഞങ്ങൾക്ക് തന്നു നബിയെ. സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഓതിയിട്ട് ആ രോഗിയുടെ തലയിലേക്ക് ഊതി കൊടുത്തു നബിയെ. അല്ലാഹു ശിഫ കൊടുത്തു. ഇത് പറഞ്ഞപ്പോൾ നബി ഞങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? വമാ അദ്റാക അന്നഹാ റുഖിയ. ഇത് തന്നെയാണ് മന്ത്രിച്ചൂതി കൊടുക്കുന്ന ചികിത്സ. നിങ്ങൾ ചെയ്തത് ശരിയാണ്. യഖ്തസിമു, 30 ആടുകളും നിങ്ങൾ ഓഹരി വെച്ചെടുത്തോളൂ. വജഅലൂ ലീ മഅകും സഹ്മാ, അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു. സ്വഹാബത്തിന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടി അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായ ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. വിശുദ്ധ ഖുർആൻ ഓതിയാൽ ശിഫയുണ്ട്. മരിച്ചവരെടുത്ത് ഓതാൻ പാടില്ല എന്ന് പറയും. തെളിവതാ പറയാം. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനല്ലേ ഖുർആൻ? ആണ്. അത് ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമാണ്. പക്ഷെ അത് മാത്രമാണോ? അല്ല. ഖുർആൻ തബറുക്കുമുണ്ട്. ഖുർആൻ ശിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ഖുർആൻ പഠിക്കാതിരിക്കണമെന്നല്ലേ പറഞ്ഞതിനർത്ഥം? ഖുർആൻ പഠിക്കണം, ഖുർആന്റെ വ്യാഖ്യാനം അറിയണം. പക്ഷെ അതൊന്നും അറിയാതെ ഓതിയാലും അതിന് കൂലിയുണ്ട്. അങ്ങനെയാണ്. ഖുർആൻ അറിയാതെ, അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്. അർത്ഥം മനസ്സിലാക്കാതെ പാരായണം ചെയ്താലും ഹിഫ്ള് ചെയ്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട്. അർത്ഥം അറിഞ്ഞിട്ടാണെങ്കിൽ പ്രതിഫലം കൂടുതലാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു. നോക്കൂ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ വിശുദ്ധ ഖുർആൻ ശിഫയായിട്ടും റഹ്മത്തായിട്ടുമാണ് ഞാൻ ഇറക്കിയത് സത്യവിശ്വാസികൾക്ക്. മിനൽ ഖുർആൻ ലിബയാനിൽ ജിൻസി എന്നാണ്. ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ശിഫ ഉണ്ട് എന്നല്ല. ഖുർആൻ എന്നത് മുഴുവൻ ശിഫയും റഹ്മത്തുമാണ്. ഇനി ഇത് ബറക്കത്തുണ്ടെന്ന് ബോധ്യമായി. അത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണോ? മരിച്ചവർക്ക് ഓതിയ ബറക്കത്ത് കിട്ടൂലേ? ജീവിച്ചിരിക്കുന്നവർക്ക് ബറക്കത്ത് കിട്ടുന്ന ബോധ്യമായി. ഇമാം ബുഖാരി തങ്ങളുടെ ഈ ഹദീസ് ഫാത്തിഹ ഓതി കൊടുത്തു, ബറക്കത്തുമായി ശിഫയുമായി. അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾക്കും സ്വഹാബികൾക്കും 30 ആടുകളെയും കൊടുത്തു, സമ്മാനമായി കൊടുത്തു. ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി കൊടുത്താലോ അവർക്ക് പ്രതിഫലം കിട്ടൂലേ? കിട്ടില്ല എന്ന് എങ്ങനെ പറയും? മഹാനായ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അസറടക്കം മുഹാജിരീങ്ങളും സ്വഹാബിമാരായ അൻസ്വാരികളും ചെയ്തിരുന്ന ഒരു നന്മയാണിത്. തെളിവ് ഒന്ന്, ഇമാം ബൈഹഖി എന്നവർ അവരുടെ സുനനിൽ കിതാബുൽ ജനായിസിൽ ഒരു ബാബ് കൊണ്ടുവരുന്നുണ്ട്. മഹാനായ ഇമാം ബൈഹഖി ആ പേജിന് ഹെഡിങ് കൊടുത്തത് ബാബ് ഖിറാഅത്തിൽ ഖുർആനി ഇൻദൽ ഖുബൂർ, ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതൽ എന്ന് പറഞ്ഞിട്ട് ഹദീസ് പണ്ഡിതനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി 4ാമത്തെ വോള്യത്തിൽ ഇമാം ബൈഹഖിയുടെ സുനനിൽ 56ാമത്തെ പേജ്, ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ജാമിഇൽ അവരുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകറിലും ഈ വിഷയം കൊണ്ടുവന്നു. യാ അല്ലാഹ്, 200ഓളം പേജുകളുള്ള കിതാബാണ് ഇമാം ഖല്ലാൽ തങ്ങളുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. ആ കിതാബിലെ അവസാന ഭാഗം 190ാമത്തെ പേജ്. ഇമാം ഖല്ലാൽ എന്നവർ പറയുന്നു, ഇമാം ഖല്ലാൽ എന്നവരാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ. ഹംബലി മദ്ഹബ് എന്ന് പറയില്ലേ, ഗൾഫ് നാടുകളൊക്കെ ഹംബലി മദ്ഹബാണ്. ഈ ഹംബലി മദ്ഹബുകാരും ഖുർആൻ ഓതണം എന്ന് പഠിപ്പിക്കുന്നവരാ. അതാണ് ഇതിന്റെ അത്ഭുതം. സുബ്ഹാനല്ലാഹ്. ഹംബലി മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതനാണ് ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അഹ്മദ് എന്നവരുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ, ഹിജ്റ 311 വഫാത്തായ പണ്ഡിതൻ. ഇമാം ഖല്ലാൽ എന്നവരെ അബ്ബാസ് ഇബ്നു മുഹമ്മദ് ദൗരി എന്നവരെന്ന് ഉദ്ധരിക്കുന്നു. قال قلت ليحيى بن معين, മഹാനായ യഹ്യ ഇബ്നു മഈൻ തങ്ങളോട് ഞാൻ ചോദിച്ചു. യഹ്യ ഇബ്നു മഈൻ എന്നവരെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്ന ഹംബലി മദ്ഹബിന്റെ ഇമാം, മുസ്നദ് എന്ന ഹദീസിന്റെ വിശ്വവിജ്ഞാനകോശമാണ് മുസ്നദ്. ആ മുസ്നദിന്റെ രചയിതാവാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇറാഖുകാരനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ. അവരുടെ കൂട്ടുകാരനാണ് യഹ്യ ഇബ്നു മഈൻ. ഇവരൊക്കെ അലാമുൽ ഉമ്മ, ഉമ്മത്തിലെ ഇൽമിന്റെ പർവ്വതങ്ങളാണ്. മഹാനായ യഹ്യ ഇബ്നു മഈൻ എന്നവരോട് ചോദിക്കാൻ, എന്താ ചോദിച്ചത്? യഹ്യ ഇബ്നു മഈനെ حدثني مبشر الحلبي عن عبد الرحمن بن العلاء بن اللجلاج عن أبيه أنه قال, മഹാനായ മുബശ്ശിറുൽ ഹലബി എന്ന സിഖത്തായ പണ്ഡിതൻ, സത്യസന്ധനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നിവരെന്ന് ഉദ്ധരിക്കുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ലജ്ലാജ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് മക്കളോട് വസിയത്ത് ചെയ്തു, ഇദാ മിത്തു, മക്കളെ ഞാൻ മരിച്ചാൽ വവദഅതുമൂനി ഫിൽ ലഹദി, എന്നെ നിങ്ങൾ ഖബറിലേക്ക് വെക്കുമ്പോൾ ഫഖൂലു, നിങ്ങൾ പറയണം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ മയ്യിത്ത് മറവിയുമ്പോൾ പറയാ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. ഇത് പറഞ്ഞിട്ടാ വെക്കേണ്ടത്. ആര് വസിയത്ത് ചെയ്യാ? മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി മക്കളോട് പറയാണ്, താബിഇയാൻ. എന്നിട്ട് സുമ്മ സന്നു അലയ്യ തുറാബ സന്നാ, നിങ്ങൾ എന്റെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ മെല്ലെ മണ്ണ് വാരി ഇടണേ, ഒന്നായിട്ട് മണ്ണ് കൊട്ടരുത്. മയ്യത്തിന്റെ മീതെ മണ്ണ് മെല്ലെ വാരിയിടാവൂ. കാരണം എന്തെന്നറിയോ? ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വേദനയുള്ളത് മരിച്ച മനുഷ്യന് വേദനയുണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ മയ്യത്തിന് വേദനയുണ്ട്. ഒരു മയ്യത്തിന്റെ ശരീരത്തിൽ മുറിവ് പറ്റിയാൽ ജീവിച്ചിരിക്കുന്നവന് മുറിവ് പറ്റിയാൽ വേദനയുണ്ടോ? അതിലേറെ വേദന മയ്യത്തിനുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ വഹയിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റരുത് എന്ന് പറയാൻ കാരണം. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പോലെ മയ്യിത്ത് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തരാൻ വഹയിന്റെ വെളിച്ചത്തിലേ കഴിയൂ. മരിച്ചു കിടക്കുന്ന ആൾക്ക് എണീറ്റ് പറയാൻ കഴിയില്ലല്ലോ. സാധാരണഗതിയിൽ അങ്ങനെയല്ലേ. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നവര് മക്കളോട് പറയുകയാണ്, മക്കളെ എന്റെ ദേഹത്തേക്ക് നിങ്ങൾ മെല്ലെ മണ്ണ് വാരിയിടണം, മെല്ലെ മണ്ണ് വാരിയിടണം. വഖറഉ ഇൻദ റഅസി ബിഫാത്തിഹത്തിൽ ബഖറത്തി വഖാതിമതിഹാ, എന്റെ മയ്യത്ത് എന്നെ മറവ് ചെയ്താൽ എന്റെ ഖബറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും നിങ്ങൾ ഓതണേ. അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ആമന റസൂലു,
ആദ്യ ഭാഗം അലിഫ് ലാം മീം മുതലുള്ള ആദ്യ ഭാഗം. നിങ്ങൾ ആ ഖുർആൻ ഓതണേ. ഫഇന്നി സമീഅതു ഇബ്നു ഉമർ. നോക്കണം, എന്റെ ഗുരുനാഥൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. മഹാനവറുകൾ പറയാറുണ്ട്, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് നിങ്ങൾ ഖുർആൻ ഓതണേ. കാന യൂസി ബിദാലിക വയസ്തഹിബ്ബുഹു. ഇബ്നു ഉമർ എന്നവർക്ക് അത് ഇഷ്ടമായിരുന്നു, അവരങ്ങനെ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഒരു സ്വഹാബിയാണ് ചെയ്യുന്നത്. ഇബ്നു ഉമർ എന്നവരെ ഞാൻ അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ ആദ്യമാണ് ഇബ്നു ഉമർ എന്നവരെ സിയാറത്ത് ചെയ്യുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് മക്കയുടെ ശുഹദാ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരുടെ മഖാം അവിടെ മക്കയിലാണ്. മഹാനോട് സിയാറത്ത് ചെയ്യാൻ പറ്റി അൽഹംദുലില്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കെട്ടിനകത്ത് അവിടെ ഖബർ അവിടെയാണ്. ശുഹദാ, മക്കയിലെ ശുഹദാ എന്ന് പറയുന്ന പ്രദേശം. മഹാനവറുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സ്വഹാബിമാര് വസിയത്ത് ചെയ്യാൻ എന്തിന്? ഞങ്ങൾ മരിച്ചാൽ ഖബറിന്റെ അടുത്ത് നിന്ന് ഖുർആൻ ഓതണം. നമ്മൾ പറയാ ബിദ്അത്താണ്. എത്ര വലിയ ദുരന്തമാണ് മുഅ്മിനേ ഇതൊക്കെ. നമ്മൾ പറയും ബിദ്അത്താണ്. ഖുർആൻ എടുത്ത് ഓതുമ്പോഴേക്കും മുസാഫ് ഇവിടെ നിന്ന് പോയിക്ക് ഇവിടെ ഓതാൻ പാടില്ല, ഇത് ബിദ്അത്താണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന മുത്തബിഉ സുന്ന, ഹബീബായ നബിയുടെ സുന്നത്ത് ജീവിതത്തിൽ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തിയ സ്വഹാബിയാണിത്. മുത്തബിഉ മുഹിബ്ബുസ് സുന്ന, ഹബീബിന്റെ സുന്നത്തിനെ ഇത്രമേൽ സ്നേഹിച്ച ഒരു സ്വഹാബി ഉണ്ടാവില്ല. ആ മഹാൻ പറയാ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ ഖബറിനടുത്ത് ഖുർആൻ ഓതണം എന്ന് വസിയത്ത് ചെയ്യാറുണ്ട് മഹാനായ ഇബ്നു ഉമർ എന്നവർ. ആര് പറയാ? മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ഉമർ എന്നവരുടെ ശിഷ്യൻ, താബിഈയായ മഹാനായ പണ്ഡിതൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? സ്വഹാബികളിലെ ശൈഖുൽ ഇസ്ലാം എന്ന് പറയാൻ പറ്റുന്ന ആളാണ്. സ്വഹാബികളിലെ ശൈഖുൽ ഇസ്ലാമാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മുഹാജിറായ സ്വഹാബിയാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു, ഇമാം നബി തങ്ങളുടെ അദ്കാറിലെ 137ാമത്തെ പേജ്, ഇസ്നാദുഹു ഹസനുൻ, ഈ സംഭവത്തിന്റെ സനദ് ഹസനാൻ. മഹാനായ അല്ലാമ അൽ ഇമാമുൽ ഹൈതമി മഹാനവരുടെ മുജ്മഇൽ 3ാമത്തെ വോള്യം 44ാമത്തെ പേജിൽ റിജാലുഹു മൗസൂഖൂൻ, ഈ സനദിൽ വന്ന മുഴുവൻ ആളുകളും യോഗ്യരായ ആളുകളാണ്. ഇത് ദഈഫ് എന്ന് പറയാൻ പറ്റില്ല. ഇമാം ബൈഹഖി തങ്ങളുടെ സുനനുൽ കുബ്രയിലും മഹാനായ ഇമാം അത്ബറാനി തങ്ങളും ഒക്കെ ഈ ഹദീസ്, ഈ സനദ്, ഈ അസർ സ്വഹീഹാൻ എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. സ്വഹാബികൾ ചെയ്തതാണിത്. ഇത് മാത്രമല്ല, മുഹാജിറുകളായ ആളുകൾ ഇത് ചെയ്തിരുന്നു എന്നും നമ്മുടെ കിതാബുകളിൽ കാണാം. മഹാനായ ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഹംബലി മദ്ഹബിലെ പ്രാമാണികമായ ഗ്രന്ഥകർത്താവ്, ഹംബലി മദ്ഹബിന്റെ നിയമങ്ങളെ ക്രോഡീകരിച്ച ഇമാം അഹ്മദ് എന്നവരുടെ മദ്ഹബിന്റെ ഏറ്റവും കർക്കശമായും മദ്ഹബിനെ ക്രോഡീകരിച്ച മഹാനവറുകളുടെ ജാമിഇൽ, അതുപോലെ തന്നെ കിതാബുൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകറിൽ മഹാനായ ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഖയ്യിം എന്നവർ പോലും ഈ വിഷയം മഹാനായ ഇമാം അൽ ഖല്ലാലിനെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. കിതാബുർ റൂഹിൽ 10ാമത്തെ പേജിൽ ഖാല ശഅബി, ഇമാം ശഅബി തങ്ങൾ പറയാ, വകാനൽ അൻസ്വാർ, അൻസ്വാരികൾ ഇദാ മാത ലഹും മയ്യിതുൻ, അൻസ്വാരികൾക്ക് ഒരു മയ്യിത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ യഖ്തലിഫൂന ഇലാ ഖബ്രിഹി, ഓരോരുത്തരായ ഖബറിന്റെ അരികത്തേക്ക് ചെല്ലും. ഫയഖറഊന ഇൻദഹുൽ ഖുർആൻ, ആ മയ്യിത്തിന്റെ അരികത്ത് നിന്ന് ഖുർആൻ ഓതുമായിരുന്നു അൻസ്വാരികൾ. ഇമാം ശഅബി തങ്ങൾ പറയാ, അൻസ്വാരികളുടെ ശീലമായിരുന്നു. യുഎഇക്കാർക്കറിയാം, മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാഹ്, യുഎഇയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാഹ്, അദ്ദേഹം വഫാത്തായത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ 2004ലാണ്. 2004 അവിടെ മുതൽ ഇന്നേ വരെ 10-14 കൊല്ലമായി ആ മഹാന്റെ ഖബറിന്റെ അടുത്ത് ഓരോരുത്തരായിട്ട് പോയി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. 24 മണിക്കൂർ നമ്മുടെ പ്രവർത്തകർ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ അവര് കവർ കൊടുത്തു വിടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ എന്തെങ്കിലും സംഖ്യ നല്ലൊരു നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നാളെ മജ്ലിസുൻ നൂർ ഉണ്ട്. അൽഹംദുലില്ലാഹ് ആ വിഷയങ്ങളിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാര്യമായി സംഭാവന ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബ്. സദഖ ചെയ്തോളി. കൊടുക്കുമ്പോ മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, ബന്ധുക്കൾക്ക് നിയ്യത്ത് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മരിച്ചുപോയ ബന്ധു നിങ്ങൾ കൊടുക്കുന്ന ആ സംഖ്യ എത്രയോ സദഖ ചെയ്ത കൂലി അവർക്ക് കിട്ടും, നിങ്ങൾക്കും അതേ കൂലി കിട്ടും. അല്ലാഹു വലിയ ഔദാര്യവാനാണ്.
അള്ളാഹുവിന്റെ കലാമിന്റെ അത്ഭുതം അതാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈദി ഉസ്താദ് ഇവിടെ എഴുതി തന്നിരിക്കുക. ഖുർആന്റെ താരീഫ് എന്നെ പഠിച്ചാൽ അത് മനസ്സിലാവും. ഖുർആൻ എന്ന് പറഞ്ഞാൽ കലാമുല്ലാഹിൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅബ്ബദു ബിതിലാവതിഹി. എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ? മുത്തുനബി തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത കിതാബ്, ഓതിയാൽ കൂലി കിട്ടുന്ന കിതാബ്, ഓതിയാൽ കൂലി കിട്ടുന്ന അല്ലാഹുവിന്റെ കലാം. ഖുദ്സിയായ ഹദീസുണ്ട്, അത് ഖുർആൻ പോലെയല്ല, അത് നമുക്ക് നിസ്കാരത്തിൽ ഓതാൻ പറ്റില്ല. നേരെ മറിച്ച് ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുന്ന അല്ലാഹുവിന്റെ കലാം, അതിനാണ് ഖുർആൻ എന്ന് പറയുന്നത്. മുതഅബ്ബദു ബിതിലാവതിഹി, അത് ഓതലും ഒരു പുണ്യമാണ്, ഓതൽ ഒരു ഇബാദത്താണ്, അത് ബറകത്താണ്.